ഹലോ, റാണിയല്ലേ? എന്താടി? 8-9 കൊല്ലത്തെ മണലാരണ്യവാസത്തിന് ശേഷം എന്റെ തന്തയും തള്ളയും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. നിന്റെ ബർത്ത്ഡേക്ക് എത്തൂന്നല്ലേ അവര് പറഞ്ഞിരുന്നത്? എന്നെ കുറിച്ച് തന്നെ എന്റെ പിതാശ്രീക്കും മാതാശ്രീക്കും ഓർമ്മയില്ല, പിന്നെ അല്ലേ ബർത്ത്ഡേ. അതൊക്കെ പോട്ടെ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. എന്താടി? എന്നെ ഇവിടുന്ന് റാഞ്ചി എടുത്ത് ദുബായിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ പ്ലാൻ. അത് പൊളിക്കണം. ഇളയച്ചനെ ഇളയമയും കൂടി ദുബായിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ട്. അവരും കൂടെ പോയി കഴിഞ്ഞാ മസ്റ്റായിട്ട് നിനക്കും പോവേണ്ടി വരില്ലേ? അവരുടെ യാത്ര ഹോൾഡ് ചെയ്യണേ. മോളെ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? അടിച്ച് നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും. ഈ പ്രഭാവതി ഒന്നും നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. എന്നോട് കളിക്കാൻ വന്നോണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ ശരിയാക്കും. ഹലോ എടി, ഞാനാ. ആരോടാ നീ സംസാരിച്ചേ? അതേ, ഇളയമ്മ വന്നിരുന്നു. നീ ഒരു കാര്യം ചെയ്, അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വാ. കഴിയുന്നതും ഇവിടുത്തെ ആരുടെയും കണ്ണിപ്പെടാതെ വേണം വരാൻ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായിട്ട് പറയാം. ശരി, ഓക്കെ. വല്ലാത്ത വാശി അവൾക്ക്. നേരത്തെ അവളെ കൂടെ കൊണ്ടുവേണ്ടതായിരുന്നു. ബിസിനസ് ടൂറും ചേട്ടന്റെ ആശുപത്രി തിരക്കൊക്കെയായി അവളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ലല്ലോ എന്ന് കരുതിയ. പെറ്റമ്മയുടെയും ചെറിയമ്മയുടെയും സ്നേഹം ഒരുമിച്ചാ ഞാൻ കൊടുത്തത്. ഏട്ടൻ എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുമുണ്ട്, നീ ഇങ്ങനെ പ്രഭമോളെ സ്നേഹിക്കല്ലേ എന്ന്. എന്തായാലും നിന്റെ ഒരു കണ്ണു വേണം. ഇത്തവണയെങ്കിലും അവളുടെ ഇഷ്ടത്തിന് തുള്ളാൻ നിൽക്കണ്ട. നമുക്ക് പിടിച്ചു കിട്ടിയെങ്കിലും മോളെ ദുബായിൽ എത്തിക്കണം. ആദ്യം കുറച്ച് കരച്ചിലും തൊഴിച്ചിലും ഒക്കെ കാണും. ശരി, ഞാനും ചേട്ടനും എന്തായാലും ദുബായിൽ കൂടെ വരുന്ന സ്ഥിതിക്ക് പ്രശ്നമൊന്നും വരത്തില്ല. അതെ അതെ, അവളെ ഇവിടെ നിർത്തിയാ ശരിയാവില്ല. പുറത്തേക്കൊന്നും അധികം വിടണ്ട, ചിലപ്പോ മുങ്ങിക്കളഞ്ഞാലോ. അവളെ ഈ കോമ്പൗണ്ടിന്ന് പുറത്തിറക്കരുത്. അക്കാര്യത്തില് ചേച്ചി വറീഡ് ആവണ്ട. ഈ ചെറിയമ്മയുടെയും ചെറിയച്ഛന്റെ കണ്ണ് വെട്ടിച്ച് അവൾ ഈ മുറിയുടെ പുറത്തിറങ്ങില്ല. പോരെ? ഇവളിത് എവിടെ പോയി കിടക്കുവോ? അയ്യോ, അവര് വരാനുള്ള സമയമായി. എപ്പ നോക്കിയാലും ഔട്ട് ഓഫ് റേഞ്ച്. അയ്യോ, അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ അകത്ത് പോയിട്ട് ഒരു ബില്ല് എടുത്തോണ്ടിരാം, വർക്ക്ഷോപ്പിലെ രമേശിന് കൊടുക്കാൻ വേണ്ടി. എന്താ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല. മോളെ, അതേ വരുന്നു. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? ഇനി അവള് വരുമ്പോ ചെറിയമ്മയുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ എല്ലാം കുഴയും. ഹലോ, നീ ഇതെവിടാ? നിന്റെ വീട്ടില്. നിന്റെ വീട്ടിലോ? അതേടി, നിന്റെ വീട്ടില്. എന്റെയോ? മുറ്റത്ത് ഞാനുണ്ട്, നീ ഇങ്ങോട്ട് നോക്കിയേ. അതെ, നീ അവിടെ തന്നെ നിന്നോ, ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഇവളെന്താ ഒളിച്ചു നിൽക്കുന്നു? ഹലോ, നീ ഇതെവിടാ? ഇവിടെ. എവിടെ? ഈ കാറിന്റെ ഡിക്കിയില്. അയ്യോ, കാറിന്റെ ഡിക്കിയിലോ? ഏത്? ഈ കിടക്കുന്ന കാറിന്റെയോ? അയ്യോ, എന്തുവാണ് ഇന്ന് പരുങ്ങുന്നേ? പിന്നെ താനത്ത് കൊണ്ടുപോയിട്ട വർക്ക്ഷോപ്പിലെ രമേശ്.
നീ ഇതിന്റെ അകത്ത് എപ്പ കേറി? സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് കാർ കിടക്കുന്നുണ്ടോ? അപ്പൊ കയറി. ബാക്കി വിശേഷമൊക്കെ റൂമിൽ ചെന്നിട്ട് പറയാം. ആരെങ്കിലും കണ്ട കുഴപ്പാ. വാ വാ. വേഗം വാ, വാ, വാ. വേഗം വാ. വേഗം കേറ്. ഇറ്റലി തുണി ഏട്ടാ, തയ്ച്ചത് തന്നെ. ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ? ഇങ്ങോട്ടോ? എങ്ങോട്ട്? ആര് വന്നു? എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ? നിനക്ക് ഈയിടെ ആയിട്ട് തോന്നൽ ഇത്തിരി കൂടുതലാ. പൊക്കോ, അടുക്കള പോയി അരി കഴിക്കടി. മനുഷ്യർക്ക് വിശക്കുന്നു. ഇറ്റലിയുടെ കളി തുടങ്ങിയപ്പോഴാ അവക്ക്. അപ്പോ നിനക്ക് ഗൾഫിലേക്ക് പോകാൻ താല്പര്യമില്ല അല്ലേ? താല്പര്യമില്ല എന്നല്ല, എനിക്ക് വയ്യ. പക്ഷേ മമ്മിയും ഡാഡിയും കൂടെ ചെറിയച്ഛനും ചെറിയമ്മയും കൊണ്ടുപോവാ. അപ്പൊ പിന്നെ നിനക്കും പോയല്ലേ പറ്റൂ. അതിനൊക്കെ കൂടെ വേണ്ടിട്ടാ ഞാൻ നിന്റെ ഹെൽപ്പ് ചോദിച്ചത്. ചെറിയച്ഛന്റെയും ചെറിയമ്മയുടെയും യാത്ര മുടക്കാം, അതൊരു വിഷയമല്ല. അല്ല, എന്നാ പോകുന്നത്? 3 ദിവസം കൂടിയുണ്ട്. വ്യാഴാഴ്ച വെളുപ്പിനെ 3 മണിക്കുള്ള ഫ്ലൈറ്റിനാ. ആഹാ, അപ്പൊ സമയമുണ്ടല്ലോ. പക്ഷേ ഈ 3 ദിവസം നീ ഇവിടെ കാണണം എന്റെ കൂടെ. ചെറിയച്ഛനും ചെറിയമ്മയും ഇതറിഞ്ഞ പ്രശ്നമാവില്ലേ? ഒന്നാമത് നീ ഏതാണ്ട് ഹൗസ് അറസ്റ്റിലായിപ്പോ. രണ്ടാളും കൂടി എന്തോ പ്ലാൻ ഒപ്പിക്കാനാന്ന് അവർക്ക് മനസ്സിലാവും. അതിന് നീ ഇവിടെ ഉള്ള വിവരം ആരും അറിയാൻ പോകുന്നില്ല. 3 ദിവസം നിനക്കിവിടെ എന്റെ മുറിയിൽ ഒളിച്ചു താമസിക്കാം. 3 ദിവസോ? അതിന് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ളതൊക്കെ എന്റെ ഉപയോഗിക്കാലോ. ആദ്യം എന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയട്ടെ. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പ്. ഓ തരം. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയ പോരെ. ഹലോ, നീ എന്താ ഒന്നും കഴിക്കാത്തത്? ഏയ് ഒന്നുമില്ല. കഴിക്കത്. ഞാൻ മുറി കൊണ്ടുപോയി കഴിച്ചോളാം. അതെന്താ നിനക്ക് ഇവിടെ ഇരുന്ന് ഇരിക്കവിടെ. കഴിക്കാതെ? നിനക്കിതെന്തു പറ്റി? എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഏകാഗ്രത വേണം. ഇതൊരു പുതിയ അറിവാണല്ലോ. ഇന്നലെ വരില്ലാത്തൊരു പുതിയ ശീലം. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ ഈ പുതിയ ശീലം. ഭക്ഷണം കഴിക്കുമ്പോ ഏകാഗ്രതയോടെ കഴിക്കണം. ഞാനിപ്പോ വരാം. ഇരിക്കടി അവിടെ. ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി? ഭക്ഷണം കഴിക്കുമ്പോ ഏകാഗ്രത വേണം പോലും. നാളെ മുതലേ ഒരു കാര്യം ചെയ്യാം, നിനക്കൊരു പാർസൽ തരാം. മതി, അത് മതി. അപ്പൊ എനിക്ക് ഏകാഗ്രതയോടെ ഭക്ഷണം കഴിക്കാലോ. ഒരു ഏകാഗ്രതക്കാരി. മര്യാദക്ക് ഇവിടെ നിന്ന് കഴിച്ചോണം, മനസ്സിലായ? കഴിക്കടി. ഈ ലുട്ടാപ്പിയുടെ ഒരു തമാശ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തായാലും കഴിച്ചില്ലേ ഞാൻ ഇന്ന് വിശന്ന് ചാവും. ഓ ഒന്ന് അടങ്ങ്. ഞാൻ അടുക്കളയിൽ ഒന്ന് നോക്കട്ടെ. വല്ല ഫ്രൂട്ട്സോ പച്ചക്കറിയോ അതുപോലെ മതിയോ? എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ഇതൊക്കെ തന്നെയല്ലേ കഴിച്ചത്. ഞാൻ മൊയിലൊന്നും അല്ല. സിംഗം സിംഗം. ഇന്ന് ഉച്ചയ്ക്ക് നീ ചിക്കനും മട്ടനും ഒക്കെ വെട്ടി വിഴുങ്ങുന്നത് കണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു. മണം ഇപ്പോഴും പോയിട്ടില്ല. നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് നോക്കട്ടെ. ഞാനും വരുന്നു. വല്ല ഗോതമ്പ് മാവാണേലും കുഴച്ച് കഴിക്കാം. വാ വരട്ടെ. വാ വാ വാ. എടി ഇവിടെ നിന്നേ. അതിങ്ങോട്ട് തന്നെ. രാത്രി 2 മണിയാകുമ്പോ എന്റെ വയറിനകത്തൊരു ആന്തല. നിങ്ങൾ ഈ നേരം കെട്ട നേരത്ത് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നോണ്ടായി തടി ഇങ്ങനെ കൂടുന്നു. തടി എങ്ങനെ കൂടുന്നത്? ദൈവം എനിക്ക് വാദന്നിരിക്കുന്നേ ആവശ്യത്തിന് തിന്നാനാ. നീ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയും പിന്നെ മട്ടൻ കുറുമ ഉണ്ടല്ലോ, എന്തൊരു ടേസ്റ്റ് അറിയോ? നല്ല ടേസ്റ്റ്. മുന്തട്ടാ വേണ്ട, കൊളസ്ട്രോളും ബി പി ഒക്കെ ഉള്ളതാ. അയ്യടാ, നിനക്ക് ആ വേസ്റ്റ് പാറ്റ കൊണ്ട് തട്ടാനല്ലേ? വേണ്ട, ഞാൻ നിന്നെ വിളിക്കുന്ന അങ്ങോട്ടില്ല, അങ്ങോട്ടില്ലേ. ചെല്ലേ. നിന്റെ ചെറിയച്ഛനത് തിന്ന് തീർക്കും മുമ്പ് നമുക്കത് അടിച്ചു മാറ്റണം.
ല, 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 ല. ഓ നല്ല പോവാണ്. പെട്ടെന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. ഇതെവിടെ പോയി? വയറ് എടുത്തോണ്ട് പോയി കാണും. എടിയേ എടി ഇന്നത്തെ ദിവസം എങ്ങനെ കഴിഞ്ഞു? നാളെ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. പയ്യെ തിന്ന്. പയ്യെ തിന്നാൽ ഈ കാസറോളും തിന്നാം. എന്റെ പൊന്നോ ആർത്തി, തൊണ്ട കെട്ടി പണ്ടാറി ചത്തുവോ? അയ്യോ സോറി. ഇന്ന് കൊച്ചച്ഛൻ ഇത് കഴിച്ചാ മതി. അവിടെ ഇരിക്കും. എന്റെ ഈശ്വര, ഇത് മുഴുവൻ തിന്ന് തീർത്ത് കളഞ്ഞല്ലോ തീറ്റമാടാൻ. അപ്പൊ അത് ശരി, നീ അതെടുത്തോണ്ട് കളഞ്ഞു അല്ലേ? ഞാൻ കളഞ്ഞെന്നോ? വെട്ടി വിഴുങ്ങി തിന്ന് ഏമ്പക്കം വിട്ട് വന്നിട്ട് അത് ഞാൻ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ദഹനക്കേട് പിടിക്കും. ഏമ്പക്കം വിട്ടതല്ല, വയറ്റിൽ നിന്ന് ഗ്യാസ് കറന്നതിന്റെ ഏമ്പക്കമാ. ഞാൻ ആഹാര സാധനം കൊണ്ട് കളയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു അന്ധകരണമാണ് നീ കാണിച്ച്. എന്റെ ഭഗവാനെ, രാത്രി 2 മണിക്ക് എനിക്ക് വിശക്കുമ്പോ ഞാൻ എന്തെടുത്തിട്ട് കഴിക്കും? നിലത്തൂന്ന് 2 ടൈൽസ് ഇളക്കി കടിച്ചു പൊടിച്ചങ്ങ് തിന്നോ. വേണ്ട എന്റെ ഭഗവാനെ, ഓ ഇതുപോലത്തെ ഒരു സാധനങ്ങള്. അപ്പൊ എന്ത് വന്നാലും എന്റെ മന്ത്രി പോവല്ലേ? ആ പോ. ഓ എനിക്ക് വയ്യ, കള്ളക്കളിയാ കളിക്കാൻ വയ്യ. പോ. കള്ളക്കളിയോ? ദേ കളിക്കടി ഇങ്ങോട്ട്. എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാലോ? നീ പറഞ്ഞിട്ടല്ലേ കളിക്കാനിരുന്നേ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? കളിക്കടി. എനിക്ക് ദേഷ്യം വരും കേട്ടോ. പിന്നെ എന്നാ പോ കളിക്കാം. ഇനി കള്ളക്കളി കളിക്കരുതേ. ഞാൻ കള്ളക്കളി കളിച്ചില്ലെന്ന്. എന്താ പിടിച്ചോ? ഇപ്പഴോ? മോളെ എവിടെ അടിയിലോട്ട് കയറി? ഇവിടെ കട്ടിന്റെ അടിയില്. മോളെ കഥക് തുറക്ക് മോളെ. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല, പോന്നോളൂ. എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കും. മോള് തനിച്ചിരുന്നാണോ കളിക്കുന്നത്? ഞാൻ എപ്പോഴും തനിച്ചാണല്ലോ. ഇനി മോള് തനിച്ചല്ല, ഡാഡിയും മമ്മിയും ഒപ്പം കാണും. മോളെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഈ നാട്ടിലേക്ക് വരണ്ടല്ലോ. അപ്പൊ ശരിക്കും നിങ്ങളുടെ തീരുമാനം എന്താ? തീരുമാനം നിന്നോട് പറഞ്ഞില്ലേ? ദുബായിൽ വെച്ച് നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നാട്ടിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം എന്റെ ബിനാമിയായി സഹോദരനാണല്ലോ നടത്തുന്നത്. അതെല്ലാം ഇനി മോളുടെ പേരില. അത് വേണം. എന്നെ കെട്ടാൻ പോകുന്ന ദുബായ്ക്കാരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പിന്നെ എനിക്ക് നിങ്ങളെ പോലെ മാതൃകാ ദമ്പതികളായിട്ട് ദുബായിൽ തന്നെ അങ്ങനെ കഴിയുകയും ചെയ്യാം. അല്ലേ? എന്താ? എന്തായാലും എനിക്കൊരു തീരുമാനമുണ്ട്. എന്ത്? ഞാൻ നിങ്ങളോടൊപ്പം ദുബായിലേക്ക് വരുന്നില്ല എന്നതാണ് ആ തീരുമാനം. നീ ആ തീരുമാനം മാറ്റണം. ഞങ്ങൾക്കൊപ്പം വരികയും ചെയ്യും. നീ കേട്ടല്ലോ, ഇതാ ഇവിടുത്തെ അവസ്ഥ. ഞാൻ എന്തൊക്കെ എതിർപ്പ് കാണിച്ചാലും അവരെന്നെ ദുബായിലേക്ക് കടത്തും. അതിനു മുമ്പ് എനിക്ക് എവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എങ്ങനെ?
എന്റെ ഇൻഹേലർ? അല്ലേ അത് നമ്മുടെ മുറി കാണും. ഇല്ല, അല്ലാതെ എവിടെ പോവാനാ? അവിടെ എല്ലാം ഞാൻ നോക്കി, അവിടെ എങ്ങും കാണുന്നില്ല. എപ്പോഴും കൈ കൊണ്ടു നടക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇരുന്ന് വലിക്കണ്ട, ഞാൻ കൊണ്ടുവരാം. മണ്ണാ കേട്ടോ, അഞ്ചിന് ഇത് കാണുമ്പോ തലക്ക് ടെൻഷൻ ആകും. ഒന്ന് വേഗം കൊണ്ടുവാ. ഓഹോ വന്നു വന്നു. മൂക്കിലോട്ട് അടിക്ക്. മൂക്കിലല്ല, പിന്നെ വായില്. മൂക്ക് വായിലെങ്കിൽ വായിൽ അടി. എവിടെയെങ്കിലും കൊണ്ട് വച്ചിട്ടിരുന്ന് വലിച്ചോണം. എന്താ? ഒന്നുമില്ല. ഓപ്പറേഷൻ തുടങ്ങാനുള്ള സമയമായി. ആർക്ക്? നിന്റെ ഇളയമ്മയ്ക്കോ? ഓ അല്ലടി പോത്തെ, നമ്മുടെ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞു. എന്തോന്ന്? പറയാം. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ദുബായിലെ ചുമതല ഏൽപ്പിക്കാനൊന്നും അല്ല. ഇടി ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ്, എസ്റ്റേറ്റ്, കല്യാണ മണ്ഡപമൊക്കെ ചേട്ടൻ എന്നെ ബിനാമിയാക്കി അല്ലേടി വാങ്ങിയത്. പ്രഭയുടെ രക്ഷകർത്താവിന്റെ കാര്യത്തിൽ പോലും ദേ, നമ്മളിപ്പോ ദുബായിലേക്ക് പോകുന്നത് പോലും അവളെ നോക്കാനും ആഹാരം വിളമ്പി കൊടുക്കാനും ഒക്കെയാന്ന് എനിക്ക് തോന്നുന്നേ. ഇടി ആണെങ്കിലും കുഴപ്പമില്ലടി, നമ്മൾ മിണ്ടാതെ നിന്നാ മതി. ചേട്ടനെ സോപ്പിട്ട് നിന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഇടി മണ്ടൂസേ, ഇങ്ങോട്ട് നോക്കിയേ. ഇത് കണ്ട, ചേട്ടൻ എന്റെ പേരിൽ ബിനാമിയായിട്ട് വാങ്ങിയ സ്വത്തുക്കളുടെ പ്രമാണമാണിത്. ഇത് കണ്ട, ഇതൊക്കെ ഉണ്ടല്ലോ ചേട്ടൻ അറിയാതെ ഞാൻ എന്റെ പേരിലോട്ട് മാറ്റി കഴിഞ്ഞു. നോക്ക് നോക്ക്. അതെ, നാളെ സുധാരം ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് വിശ്വസ്തനായ ഒരാളെ ഇതിനു വേണ്ടി ഇങ്ങോട്ട് അയക്കും. നീ ഉണ്ടല്ലോ ഇത് കൃത്യമായിട്ട് അയാളുടെ കൊടുത്തയക്കണം. ഇന്നാ ഞാനിപ്പോ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടെ അറിഞ്ഞിരിക്കുക. എന്താടി? എന്താന്ന് പറ. നീ ഒരു കാര്യം ചെയ്യണം. നാളെ സുധാകരൻ ചെറിയച്ചൻ പറഞ്ഞ ആള് ഇവിടുത്തെ ചെറിയച്ചനെ കാണാൻ വരും. ആ ആളായിട്ട് നീ അങ്ങേരടുത്ത് ചെന്ന് എല്ലാ ഡോക്യുമെന്റ്സും കൈക്കലാക്കണം. അങ്ങനെ ആരെയും പറ്റിക്കാൻ വിടരുത്. അലറണ്ട. എന്താ ഇത്? ഇതേ ഇൻഹേലറാ. ഇതിന്റെ അകത്ത് ക്ലോറോഫോമാ. പതുക്കെ. ഇതേ കൊച്ചമ്മയ്ക്ക് ആസ്മയ്ക്കുള്ള മരുന്നാ. ഇതോ? ഹലോ, അതെ ഞാനാ. ആ ഡോക്യുമെന്റ്സ് വാങ്ങാൻ ആള് വന്നില്ലല്ലോ. മൂന്തേട്ടനോ? മൂന്തേട്ടൻ പുറത്തേക്ക് പോയിരിക്കുക, ഇപ്പൊ തന്നെ വരും. ഓ, അവരെ ഞാൻ മുകളിലത്തെ റൂമിലെ പൂട്ടിയിട്ടിരിക്കുക. ശരി ശരി. കാണുന്നില്ല. നീ എന്തിനാ ഇവിടെ എടുത്തോണ്ടേ? അയ്യോ, മരുന്ന് നിലത്ത് കളഞ്ഞിട്ടാണ് ഇത് വരുന്നില്ല. ഇങ്ങോട്ട് വന്നു. അടി അടി വരുന്നുണ്ട് വരുന്നുണ്ട്.
മുകുന്ദ മോളെ എവിടെ പോയി ഇവര്? മുകുന്ദ ലതേ മുകുന്ദ മോളെ എവിടെ പോയി ഇവര്? മോളെ എന്തായി കാണുന്നത്?